നമുക്ക് നല്ല ചൂട് റവപ്പുട്ടും പഴവും കട്ടൻ കാപ്പിയും കുടിച്ചാലോ. അപ്പോൾ അതേ നമുക്കിത് ഉണ്ടാക്കാം. ഇന്ന് വരുന്ന വഴിക്ക് തോന്നിയ തോന്നലാണ് കേട്ടോ. അപ്പോൾ ഹോസ്റ്റലിൽ വന്നിട്ട് ആദ്യം തന്നെ അതങ്ങ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കടയിൽ നിന്ന് വാങ്ങുന്ന റവ ഒന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ റോസ്റ്റഡ് റവയാന്ന് പറഞ്ഞാലും നമ്മളൊന്നും കൂടെ റോസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിന് വേറെ ടേസ്റ്റ്. കുറച്ച് ഉപ്പിട്ടിട്ട് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി. റവയ്ക്കകത്ത് നമുക്ക് വെള്ളം കൂടിപ്പോയെന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. കുറച്ച് നേരം അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഡ്രൈ ആയി തന്നെ ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ നനച്ചിട്ടൊക്കെ എടുക്കേണ്ടി വരും. 2 കുറ്റി പുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ ഞാൻ ഒഴിച്ചപ്പോൾ വെള്ളം കൂടി പോയെന്നൊക്കെ ആദ്യം കണ്ടാൽ തോന്നും, പക്ഷേ അങ്ങനെയല്ല. ഇതൊന്നൊരു 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെയാകും. ആദ്യം ആ വെള്ളം എല്ലാം അങ്ങ് അബ്സോർബ് ചെയ്തിട്ട് റവ വീണ്ടും ഡ്രൈ ആയി തുടങ്ങും കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്ന പുട്ടാണ് ഇഷ്ടം. അപ്പോൾ ഈ ഡ്രൈ ആയി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ പുട്ടുകുറ്റി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പുട്ട് കുടമില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെള്ളം അതിനകത്ത് ഒഴിച്ച് നന്നായിട്ട് തിളച്ച് ആവി വരുന്ന സമയം നമ്മൾ ഇതുപോലെ ആ ഒരു പുട്ടുകുറ്റിക്കകത്ത് പുട്ടും തേങ്ങയൊക്കെ നിറച്ച് നല്ല സെറ്റാക്കി വെക്കുക. എൻ്റെ കുത്തബ്മിനാർ പോലെയാണ് കേട്ടോ എൻ്റെ പുട്ടുകുറ്റി ഇരിക്കുന്നത്. ഒരു ചെറിയ ചെരിവൊക്കെ ഉണ്ട് ഈ കുക്കറിൻ്റെ ആ ഒരു മേളിൽ വെക്കുമ്പോൾ. അങ്ങനെയാണ്. പക്ഷേ നമ്മൾ പുട്ടുകുറ്റിക്കകത്ത് പുട്ട് കഴിക്കണം തോന്നുമ്പോൾ പുട്ടുകുറ്റിയിലുണ്ടാക്കും, അല്ലാത്തപ്പം ചിരട്ടപ്പുട്ടുണ്ടാക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പയ്യെ അതൊക്കെ ഒന്നും സെറ്റാക്കും. അപ്പോഴത്തേക്കും നമ്മൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ദേ നല്ല ആവി വരുന്നുണ്ട്. വാവ്. അപ്പോഴത്തേക്കും നമ്മുടെ കാപ്പിക്കുള്ള വെള്ളവും കൂടെ വെച്ചിട്ടുണ്ടോ. കട്ടൻ കാപ്പിയും കൂടെയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ കുടിക്കുന്നത്. അടിപൊളി. ഇതേണ്ട നല്ല ആവി വരുന്നുണ്ട്. ഇനി നമ്മൾ കട്ടൻ കാപ്പി ഉണ്ടാക്കാനായിട്ട് വീട്ടിൽ നിന്ന് പൊടിപ്പിച്ചുകൊണ്ടുവന്ന കാപ്പിപ്പൊടി അങ്ങോട്ട് ഇട്ട് കേട്ടോ. ഇത് നമ്മുടെ ഇടുക്കിക്കാരുടെ ഒരു സ്പെഷ്യൽ കാപ്പിയാണ്. അങ്ങനെ നമ്മുടെ പുട്ട് ദേ വെന്തിരിക്കുകയാണ് ഗായ്സ്. ഒരു 10 മിനിറ്റോളം ഞാൻ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളിത് കുത്തിയിടുമ്പോൾ പൊടിഞ്ഞു പോവും. തേങ്ങയ്ക്കകത്ത് കുറച്ച് എന്തോ കുഴപ്പമുണ്ടായിരുന്നു, അതാണ് ആ ഒരു കളർ ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ കാപ്പിയൊക്കെ തിളച്ചു, പുട്ടൊക്കെ വെന്തു. അപ്പോൾ ഇന്ന് ഈവനിങ് നമുക്ക് കളറാക്കാം. ഇതൊക്കെ ഇടുക്കിക്കാരുടെ ഒരു സിമ്പിൾ ഈവനിങ് ഫുഡുകളൊക്കെയാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. ഹോസ്റ്റലിലൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതേണ്ട പഴം നല്ല അടിപൊളി ഞാലിപ്പൂവൻ പഴം കിട്ടിയതല്ല, ഞാൻ വരുന്ന വഴിക്ക് വാങ്ങിയതാണ്. അപ്പോൾ നല്ല ചൂട് പുട്ട് ഈ തേങ്ങ ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് വെറുതെ കഴിക്കാൻ നല്ലതാണ്. റവപ്പുട്ട് എനിക്ക് വെറുതെ കഴിക്കാനൊക്കെ ഇഷ്ടമാണ് ഗൈസ്. കുറേ കാലം കൂടിയാണ് റവപ്പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഹെൽത്തിയൊക്കെ ആയിട്ടായതുകൊണ്ട് അധികം തേങ്ങ ഉള്ളതൊന്നും കഴിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു പഴം ഒന്ന് കട്ട് ചെയ്തെടുത്ത് അതിലിട്ട് ഉരുട്ടി മലയാളികളുടെ പുട്ടും പഴവും എന്ന ആ ഒരു ആഹാരം ഞാൻ കഴിക്കുകയാണ് ഗൈസ്. കട്ടൻ കാപ്പിയുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ കാണാം. ബൈ.